വെങ്ങോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധവുമായി ലഹരിവിരുദ്ധ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പന്തംകുളത്തി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. ബായ് കോളനിയിലെ യുവാക്കളെ ബലം പ്രയോഗിച്ച് വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി മർദ്ദിച്ചെന്ന കേസിലാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ അനാവശ്യമായ കേസെടുത്തുവെന്ന ആരോപണവുമായാണ് പ്രതിഷേധക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. ബായ് കോളനിയിലെ മൊബൈൽ ഷോപ്പിൽ നിന്ന് യുവാക്കളെ ബലം പ്രയോഗിച്ച് വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി മർദ്ദിച്ചു എന്ന കേസിലാണ് വെങ്ങോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവ് ഷെരീഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഷെരീഫിനെതിരെ അനാവശ്യമായ കേസെടുത്തുവെന്ന ആരോപണവുമായാണ് ലഹരിവിരുദ്ധ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പന്തംകുളത്തി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. നാം എല്ലാവരും ഇവിടെ ഇന്ന് ഒത്തുചേർന്നിട്ടുള്ളത് നമ്മുടെ സഹോദരൻ ഷെരീഫ് ഇന്ന് ജയിലിൽ അടക്കപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാൻ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഷെരീഫിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവരും തന്നെ ജയിലിൽ പോകാൻ തയ്യാറാണെന്ന് ഞങ്ങൾ ഈ ഒരു അറസ്റ്റ് കൊണ്ടൊന്നും ഇവിടെ തീരുന്നില്ല. ഞങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്യുമെന്നുള്ളത് ഞങ്ങൾക്ക് പരിപൂർണമായ ബോധ്യമുണ്ട്. ഞങ്ങളെല്ലാം അറസ്റ്റ് വരിക്കാനും ജയിലിൽ കിടക്കാനും തയ്യാറായിട്ട് എന്നാണ് ഈ രംഗത്ത്. ഫെബ്രുവരി 1-നുണ്ടായ സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 20ഓളം പേർക്കെതിരെ പെരുമ്പാവൂർ പോലീസ് കേസെടുത്തിരുന്നു. ഇതിലൊരാളായ ഷെരീഫിനെ ഫെബ്രുവരി 3-ന് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. നിർഭാഗ്യവശാൽ നിയമത്തിന്റെ പിൻബലം പറഞ്ഞ് നമ്മളിലുള്ള ഒരു സഹോദരനെ ഇന്ന് ജയിലിലടച്ചേക്കുകയാണ്. അതുകൂടാതെ തന്നെ മറ്റു പലർക്കുമെതിരെ ഇവിടെ കള്ളക്കേസുകൾ എടുത്തിട്ടുള്ളതാണ്. ഇതിനെല്ലാം നമുക്ക് പറയാനുള്ളത്, നിയമപാലകർ അവരുടെ രീതിയിൽ നിയമത്തിന്റെ രീതിയിൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിരുന്നു എങ്കിൽ ഇവിടെ ഒരു മാഫിയകളും വളരില്ലായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിന്നുകൊണ്ട് എന്തിനും ഈ നാടിനൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അകാരണമായി കള്ളക്കേസ് ചുമത്തി ഇവിടുത്തെ ആരുടെയൊക്കെയോ ഒത്താശകൾക്ക് വേണ്ടി ഒറ്റുകാരുടെ ഒറ്റുകൾക്ക് വകവെച്ചുകൊണ്ട് ആ പ്രിയപ്പെട്ടവരെ ജയിലിലടച്ചിരിക്കുന്നത്. ഫെബ്രുവരി 4-ന് ജാമ്യാപേക്ഷ പരിഗണിച്ചെങ്കിലും കോടതി അപേക്ഷ തള്ളി. ഇതോടെയാണ് ഇയാളെ വിട്ടയക്കണമെന്ന ആവശ്യവുമായി പ്രതിഷേധക്കാർ രംഗത്തെത്തിയത്. കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് പെരുമ്പാവൂർ എക്സൈസിലെ 32 ഓഫീസർമാരെയാണ് കേരള സർക്കാർ സ്ഥലം മാറ്റിയത്. എന്തിനു വേണ്ടിയായിരുന്നു? ഈ പെരുമ്പാവൂരിലെ മയക്കുമരുന്ന് വിപണനത്തിനെതിരെ ശക്തമായ നടപടിയെടുത്തതിന്റെ പേരിലല്ല, മറിച്ച് ഇവിടുത്തെ ബാർ ഉടമകളിൽ നിന്ന് മാസം തോറും ലക്ഷക്കണക്കിന് രൂപ കൈപ്പറ്റിയതിന്റെ പേരിലാണ് അവരിവിടുത്തെ സ്ഥലം മാറ്റിയത്. ഒരു ഷെരീഫ് എന്ന വ്യക്തിക്കെതിരെ ഇട്ട എഫ്ഐആർ അത് ഏറ്റവും പരിതാപകരമായ ഒരു ഒഫൻസ്, ഏറ്റവും കൂടുതൽ ശിക്ഷ കിട്ടുന്ന ഒരു ഒഫൻസ് വെച്ചിട്ട് ഒരിക്കലും ജാമ്യം കിട്ടാൻ പാടില്ല എന്ന് കാണിച്ചുകൊണ്ടിട്ട് എഫ്ഐആർ ആണ്. അദ്ദേഹം ചെയ്ത് തെറ്റെന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നടന്ന ഈ അനീതിക്കെതിരെ, ഈ ലഹരി മാഫിയക്കെതിരെ പ്രതികരിച്ചു എന്നുള്ളതാണ്. ഈ നാട്ടുകാരുടെ പ്രതിഷേധം ഇവിടുത്തെ പോലീസുകാരും അധികാര കേന്ദ്രം കണ്ണു തുറക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. 400ഓളം വരുന്ന പ്രദേശവാസികളാണ് പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തത്. നമ്മൾ ആരെങ്കിലും ഇടപെട്ട് ഏതെങ്കിലും ഒരാളെ പോലീസിനോ എക്സൈസിനോ പിടിച്ചു കൊടുത്താൽ, ഇവിടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ തിരിച്ച് ഇവിടെ എത്തുന്നതിന് മുമ്പ് ആ പ്രതി ഇവിടെ എത്തുന്ന ഒരവസ്ഥ അതെങ്ങനെ ഉണ്ടാകുന്നു? അത് അവർക്ക് എങ്ങനെ ജാമ്യം കിട്ടുന്നോ ആ രീതിയിലുള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ട് പോലീസും എക്സൈസും ഒക്കെ കേസെടുക്കുന്നു. ആ രീതിയിലുള്ള ഒത്താശക ചെയ്തു കൊടുത്തുകൊണ്ട് പോലീസും എക്സൈസും മുന്നോട്ട് പോകുന്നിടത്തോളം കാലം ഇവിടെ സ്വസ്ഥമായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ഈ പോലീസ് എടുക്കേണ്ട പണി കൃത്യമായി നിങ്ങൾ അതാത് കാര്യങ്ങളിൽ കൃത്യമായി എടുക്കുകയും എക്സൈസിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായ രീതിയിൽ ഒരു പെരുമ്പാവൂർ ടൗൺ പ്രദേശം കേന്ദ്രീകരിച്ച് നടത്തുകയും ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ജനകീയ സമരങ്ങളോ ഇത്തരത്തിലുള്ള ജനകീയ പ്രതിഷേധങ്ങളോ ഇത്തരത്തിലുള്ള ജനങ്ങളുടെ ഈ കടന്നുകയറ്റമോ ഒന്നും നിങ്ങൾക്ക് ഏൽക്കേണ്ടി വരില്ല. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,